ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി റെസിപ്പി ആയിട്ടാണ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് എല്ലാവരും മിസ് ചെയ്യുന്ന ഒന്നായിരിക്കും സ്ട്രീറ്റ് ഫുഡ്. അതിലൊന്നാണ് പാനിപ്പൂരി. എന്നാൽ നമുക്കത് എങ്ങനെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഡൗ തയ്യാറാക്കാം. പൂരിക്കുള്ള ഡൗ ആണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ, പിന്നെ വേണ്ടത് കുറച്ച് 2 ടേബിൾ സ്പൂൺ ഓയിലാണ്. ഇനി വേണ്ടത് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ്. നന്നായി ചൂടാവേണ്ട, അത്യാവശ്യം ചൂടും വേണം. കൈ പൊള്ളാത്ത രീതിയിലൊരു ചൂടുണ്ടാവില്ലേ, ആ ചൂടുവെള്ളത്തിലാണ് നമ്മളിതൊന്ന് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് കൈ വെച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കുള്ള മാവ് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ വേണം. സോ നിങ്ങൾ വെള്ളം ആവശ്യത്തിന് നിങ്ങളൊന്ന് കുഴച്ച് നോക്കിയിട്ട് പിന്നെ ഒഴിച്ചെടുക്കാം. അങ്ങനത്തെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഡൗ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കണം. എല്ലാ സ്ഥലത്തൊന്നും ആവുന്ന രീതിയിൽ വേണം ഇതൊന്ന് ചെയ്തെടുക്കാൻ. അങ്ങനെ ഞാൻ എല്ലായിടത്തും ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു നനഞ്ഞ ടവൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 1 to 30 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആഫ്റ്റർ 30 മിനിറ്റ്സ് ഞാനിതൊന്ന് എടുത്ത് നോക്കിയിട്ടുണ്ട്. കല്ലിൽ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 2 മിനിറ്റും കൂടി കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒരു പത്തിരി പലക എടുത്തിട്ട് 2 ഡിവൈഡ് ആക്കണം. നമ്മളെടുത്തിട്ടുള്ള ഡൗ നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. കുറച്ച് അത്യാവശ്യം തിക്നെസ് വേണം, അത്ര തിന്നും ആയി പോകരുത്. ആ വിധത്തിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. ഇങ്ങനെ ചെയ്യുന്നത് ഈസി ആട്ടോ. ചിലർ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഇച്ചിരി ബോൾസ് ആക്കിയിട്ട് അതിങ്ങനെ ഓരോന്നായിട്ട് പരത്തിയെടുക്കുന്നത്. അതിനെക്കാട്ടി എത്രയോ ഈസിയാണ് നമുക്ക് ഇങ്ങനെ ചെയ്താൽ. നമുക്കിതൊക്കെ നല്ല വലുതാക്കിയിട്ടൊന്ന് പരത്തിയെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ നമ്മളെ ഡോ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഒരു മൂടിയോ അല്ലെങ്കിൽ വെള്ളം എന്തെങ്കിലും കട്ടറോ വെച്ചിട്ട് നമുക്കിതൊന്ന് റൗണ്ട് ഷേപ്പിൽ കുഞ്ഞു പൂരിക്കുള്ള വിധത്തിൽ നമുക്കൊന്ന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് കേട്ടോ ഏറ്റവും എളുപ്പം നമുക്ക് ചെയ്യാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു 5-8 പൂരി തന്നെ ഇതിന്ന് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. കണ്ടില്ലേ, ഇത്ര തിക്നെസ് വേണം നമ്മളെ പൂരിക്ക്. അങ്ങനെ ഞാനിവിടെ എല്ലാം പൂരും ഒരു പ്ലേറ്റിലോട്ട് ഇട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിവിടെ നമ്മുടെ ഡൗ കൊണ്ടൊക്കെ ഒരു 10-20 പൂരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പാൻ വെച്ചിട്ട് ചൂടാക്കാം. അതിലോട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ പൂരിയായിട്ട് ഇട്ടെടുക്കാം. പിന്നെ പൂരി ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും, ചിലത് പൊങ്ങി വരില്ല. ആ ടൈമിൽ നമുക്ക് നമ്മളെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഇതിൻ്റെ മുകളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. ഇത് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴാണ് തിന്നെടുക്കേണ്ടത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ തയ്യാറാക്കാം കേട്ടോ. ഇത് കുറച്ച് ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കാം. എല്ലാവരും കരുതുന്നുണ്ടാവും ഇതൊക്കെ ഭയങ്കര പണിയുള്ളതാണെന്ന്. ഒരു പണിയുമില്ല, നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമ്മളെ കടയിൽ നിന്ന് വാങ്ങുന്ന ആ രീതിയിലുള്ള ടേസ്റ്റ് തന്നെ നമുക്കിതിന് കിട്ടും. അങ്ങനെ നമുക്ക് എല്ലാം പൂരീസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
നമ്മളെ പൂരീസൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളർ ആകുമ്പോഴാണ് നമ്മൾ അടിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നല്ലൊരു സൗണ്ടൊക്കെ വരും. അത് നല്ല ക്രിസ്പിനെസ് ഉണ്ടായിട്ടാണ്. ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഞാനിവിടെ പൊട്ടാറ്റയും ഗ്രീൻ പീസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 പൊട്ടാറ്റയും അതിലേക്ക് 1 കപ്പ് ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം, പിന്നെ പൊട്ടാറ്റയും ഇട്ടെടുക്കാം. ഈ ഗ്രീൻ പീസ് ഞാൻ തലേന്ന് കുതിർത്ത് വെച്ചതാണ്. അതാകുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും. ഒരു 1 to 5 വിസിൽ വന്നാൽ മതി. അങ്ങനെ ഞാനിവിടെ നമ്മളെ പൊട്ടാറ്റയും ഗ്രീൻ പീസ് വേവിച്ചെടുത്തിട്ടുണ്ട്. കടലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചെറു ചൂടിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ച് കിട്ടും. നമ്മൾ മസാലയൊക്കെ ഒന്നിപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചൊരു മല്ലിയില ഇതിലിട്ടെടുക്കാം. മല്ലിയില നല്ല ഫ്ലേവറായിട്ട് ഈ പാനിപ്പൂരിയിൽ തരുന്നത്. അതുകൊണ്ടാണ് മല്ലിയില എല്ലാത്തിലും ചേർത്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനുള്ള പാനി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ലെമൺ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതി. കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കുറച്ച് പുതിന, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഉപ്പും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പുളി ഒന്ന് പിഴിഞ്ഞെടുത്തതും അതുപോലെ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതും വേണം. പുളി ഒന്ന് കുറച്ചൊരു 10 മിനിറ്റ് സോക്ക് ചെയ്തെടുത്തതാണ്. എന്നിട്ട് കൈ കൊണ്ട് നന്നായി പിഴിഞ്ഞെടുത്തതാണ്. ഇനി നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. ആദ്യം കുറച്ച് മല്ലിയില, കുറച്ച് പുതിന എത്രയാണ് എടുക്കുന്നത് അളവിൽ തന്നെ മല്ലിയില എടുക്കാം. എന്നിട്ട് ഒരു 5-6 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, പിന്നെ നാരങ്ങ പിഴിയുക. നാരങ്ങ നിങ്ങളിൽ വലുതാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. എങ്കിൽ ചെറുതായതുകൊണ്ടാണ് ഞാൻ ഒരു നാരങ്ങ തന്നെ പിഴിയുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടിട്ടുള്ളൂ. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ചിട്ട് നമ്മൾ ഈ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ചട്നി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ആ ടൈമിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പുളിയും അതുപോലെ ശർക്കര ഒഴിച്ചു കൊടുക്കാം. പുളി ഞാനൊരു 10 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് കൈ കൊണ്ട് നന്നായി പിഴിഞ്ഞെടുത്തതാണ്. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ശർക്കര 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ എല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് പൗഡേഴ്സ് ചേർത്തെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ 1 ടീസ്പൂൺ ജീരകം പൊടി എടുത്തിട്ടുണ്ട്. നല്ല ജീരകമാണ് എടുത്തിട്ടുള്ളത്. അതും ചേർത്തെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലി പൗഡർ, കുറച്ച് ഉപ്പും. എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എല്ലാ പൗഡേഴ്സും എല്ലോട്ട് എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗറോ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗറോ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്തെടുക്കാം. നമുക്കിനി സെറ്റ് ചെയ്യാം.
ആദ്യം ഒരു പൂരി എടുത്തിട്ട് നമ്മളെ വിരൽ കൊണ്ടൊന്ന് പൊട്ടിച്ചിട്ട് അതിലേക്ക് മസാല ചേർത്തെടുക്കാം. എന്നിട്ട് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള പാൻ ഒഴിച്ചെടുക്കാം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉള്ളിയും ക്യാരറ്റും അതുപോലെ തന്നെ മല്ലിയിലും കുറച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും ചേർത്തെടുക്കാം. ഉള്ളി ഇതിൽ മെയിൻ ഫ്ലേവർ തരുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് കുറച്ച് ഉള്ളിയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളെ പാനിപ്പൂരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. സോ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം, കമൻറ്റിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.